ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും കുടുംബത്തിൻ്റെയും ത്യാഗപൂർണമായ ജീവിത സ്മരണകൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ബലിപ്പെരുന്നാൾ ഈദുൽ അദ്ഹ നമ്മളിലേക്ക് സമാഗതമായി കൊണ്ടിരിക്കുകയാണ്. ബലിപ്പെരുന്നാൾ സുദിനത്തിൽ ഒരു സത്യവിശ്വാസി ചെയ്യുന്ന ഏറ്റവും വലിയ കർമ്മം, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ ഇബാദത്ത് എന്ന് പറയുന്നത് ബലിയറുക്കലാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉളഹിയത്ത് കർമ്മം നിർവഹിക്കലാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം പ്രിയപ്പെട്ട സഹാബാക്കളോട് ബലികർമ്മത്തെക്കുറിച്ച് ഉളഹിയത്തിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ സഹാബാക്കള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഹാദിഹിൽ അല്ലാഹിയു, അള്ളാഹുവിൻ്റെ തിരുദൂതരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് ഈ ഉളഹിയത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട സഹാബാക്കളുടെ ചോദ്യത്തിന് മറുപടിയായി തങ്ങൾ പറഞ്ഞു, സുന്നത്തു അബീക്കും ഇബ്രാഹിം. അല്ലയോ സഹാബത്തെ, ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സുന്നത്താണ്. ഏതാണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം തൻ്റെ ജീവിതത്തിൻ്റെ സായം സന്ധിയിൽ തനിക്ക് ലഭിച്ച പൊന്നിളം പൈതലിനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലിയർപ്പിക്കാൻ അദ്ദേഹം കാണിച്ച ആ ത്യാഗസന്നദ്ധതയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ട ഒരു പുണ്യമായ അമലാണ് ഉളുഹിയത്തെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട സഹാബത്തിനോട് ചോദിച്ചപ്പോൾ സഹാബാക്കൾ വീണ്ടും ചോദിക്കുകയാണ്, ഫമാലനാ ഫീഹാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, പുണ്യമായ കർമ്മം ഞങ്ങൾ നിർവഹിക്കുമ്പോൾ ഞങ്ങൾക്കതിൽ എന്ത് കിട്ടും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിക്കുല്ലു ശഅറത്തിൻ ഹസന, സഹാബത്തെ, ഓരോ രോമത്തിനും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. നാം ബലിയിറക്കുന്ന മൃഗത്തിൻ്റെ ശരീരത്തിൽ എത്ര രോമങ്ങളുണ്ട്? ഓരോ രോമത്തിനും പകരമായി, രോമകൂപങ്ങൾക്കും പകരമായി പ്രതിഫലമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു.